ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴത്തിൻ്റെ വചന വിചിന്തന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മംഗളവാർത്ത കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വീണ്ടെടുപ്പിൻ്റെ സ്വർഗീയ ദൂതുകളുമായി ദൈവദൂതന്മാരുടെ ഭൂമിയിലേക്കുള്ള സന്ദർശനങ്ങൾ തുടരുകയാണ്. യോഗ്യതയുള്ളവരെ തേടിയിറങ്ങുന്ന സ്വർഗവും സ്വർഗത്തിൻ്റെ ആഗ്രഹങ്ങളോട് സഹകരിക്കുന്ന വ്യക്തിത്വങ്ങളും മംഗളവാർത്ത കാലത്തിലെ വായനകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിലെ വീഴ്ചകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിത്യരക്ഷയിലേക്കുള്ള യാത്രയിൽ ദൈവം നൽകുന്ന സദ്വാർത്തകളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വായനകൾ. ദൈവത്തോടുള്ള സൗഹൃദം നഷ്ടപ്പെട്ട് ദൈവതിരുമുൻപിൽ നിന്നും ഓടി ഒളിക്കുന്ന മനുഷ്യനെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത്. സകലത്തിൻ്റെയും മേൽ ആധിപത്യമുണ്ടായിരുന്നവൻ അനുസരണക്കേടു വഴി അവകാശം കളഞ്ഞു കുളിച്ചു. ബന്ധത്തിലെ വിള്ളൽ മൂലം മരച്ചില്ലുകൾക്കിടയിൽ ഒളിക്കേണ്ട അവസ്ഥയിലേക്കെത്തി. പറുദീസായിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ സർവ്വമഹത്വവും നഷ്ടപ്പെട്ട് കഷ്ടപ്പാടുകളിലേക്ക് മാനവകുലം എറിയപ്പെട്ടു. ഈ നിർഭാഗ്യാവസ്ഥയിൽ ഹവ്വായിക്ക് ലഭിച്ച വാഗ്ദാനം മാത്രമായിരുന്നു അവരുടെ പ്രത്യാശ. കാലാകാലങ്ങളിൽ കാരുണ്യവാനായ ദൈവം തൻ്റെ പ്രവാചകരിലൂടെ വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശ നിർഭരമായ സന്ദേശങ്ങൾ ഇസ്രായേൽ ജനത്തിന് നൽകിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന. യെരമ്യാ പ്രവചനം ഇസ്രായേൽ ജനത്തിന് ആസന്നമാകുന്ന രക്ഷയുടെ ദിനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. കാരുണ്യം കാണിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് യെരമ്യാ പ്രവചനം 33-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൽ എന്നേക്കുമായി വിജയിക്കുന്ന ദൈവീക പദ്ധതികളെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വെളിപാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോയുടെ ജനനത്തെക്കുറിച്ച് മറിയത്തിന് ലഭിക്കുന്ന അറിയിപ്പാണ്. ഇത് വെറുമൊരു ചരിത്ര സംഭവത്തിൻ്റെ വിവരണമല്ല, മറിച്ച് മനുഷ്യ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെയും ദൈവം നിശ്ചയിക്കുന്ന വഴികളിലൂടെ നടക്കാൻ മനുഷ്യൻ തീരുമാനിക്കുന്നതിൻ്റെയും പ്രത്യാശ നിർഭരമായ നിമിഷങ്ങളാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അടയ്ക്കപ്പെട്ട പറുദീസായുടെ വാതിൽ വീണ്ടും തുറക്കപ്പെടുകയാണ്. ഭൂമിയുമായുള്ള സ്വർഗത്തിൻ്റെ ബന്ധം വീണ്ടും സജീവമാവുകയാണ്. ദൈവം തന്നെ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നു. ഇതിനായി ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരു അജ്ഞാത ഗ്രാമമാണ്. പേര് നസ്രത്ത്. പഴയ നിയമത്തിലോ യഹൂദ റബ്ബി സാഹിത്യത്തിലോ ഒരു പരാമർശവുമില്ലാത്ത ഒരു ചെറുപട്ടണം. ഗലീലയിലെ മലമ്പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ഉൾനാടൻ പട്ടണമായിരുന്നു നസ്രത്ത്. യൂദയായിലെ ആളുകൾ ഗലീലക്കാരെ, പ്രത്യേകിച്ച് ഉൾനാട്ടിലുള്ളവരെ, സംസ്കാരമില്ലാത്തവരായും പുറംജാതി സ്വാധീനമുള്ളവരായും കരുതി അവജ്ഞയോടുകൂടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യത്തിൽ നഥാനിയേൽ ഇങ്ങനെ ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഇത് അക്കാലത്ത് നസ്രത്തിനുണ്ടായിരുന്ന മോശം സാമൂഹിക പ്രതിച്ഛായയെ എടുത്തു കാണിക്കുന്നു. എന്നാൽ ദൈവം അതിനെ മംഗളവാർത്തയുടെ ഇടമാക്കി മാറ്റി. അത് ഈശോയുടെ വളർത്തുദേശമായി മാറി. പിന്നീട് ഈ ദേശത്തിൻ്റെ പേരിനോട് ചേർത്ത് നസ്രായൻ എന്ന പേരിൽ ഈശോ അറിയപ്പെട്ടു. ഈശോയുടെ ഒരു പൊതു ഐഡൻറ്റിറ്റിയായി അത് മാറ്റപ്പെട്ടു. ലോകം പ്രധാനപ്പെട്ടതായി കണക്കാക്കാത്ത താഴ്മയുള്ള സ്ഥലങ്ങളെയും സാഹചര്യങ്ങളെയും വ്യക്തികളെയും ദൈവം തൻ്റെ മഹത്തായ പദ്ധതികൾക്കായി തിരഞ്ഞെടുക്കുന്നു. ലോകത്തിൻ്റെ കണ്ണിൽ പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലത്തു നിന്ന്, തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് കരുതിയിരുന്ന യഹൂദർ അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു സ്ഥലത്തു നിന്ന്, വിശുദ്ധ സ്ഥലമായ ജെറൂസലേമിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് മിശിഹ ഉയർന്നു വരുന്നു എന്നത് മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ ദൈവിക പദ്ധതികളിൽ അപ്രസക്തമാണെന്ന് അടിവരയിടുകയാണ്. ദൈവത്തിൻ്റെ കൃപയും തിരഞ്ഞെടുപ്പും ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് അതീതമാണ്. മനുഷ്യൻ മാറ്റി നിർത്തിയതിനെ ദൈവം ചേർത്തു നിർത്തുന്നു. ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളിലൂടെ വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നവർക്കും ലൗകികതയെ മുൻനിർത്തി വിശ്വാസത്തെ അളക്കുന്നവർക്കും ഒരു സ്വയം വിലയിരുത്തലിനുള്ള അവസരമാണ് ദൈവത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പ്. ദൈവം തൻ്റെ ഹൃദയം തുറക്കുന്നത് നസ്രത്തിൻ്റെ ശാലീനതയിലാണ്. ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. തുടർന്ന് നാം കാണുന്നുണ്ട് ദൈവിക പദ്ധതികളുടെ ഒരു സാരാംശം ദൂതൻ മറിയത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആരാലും അറിയപ്പെടാതിരുന്ന ഒരു പെൺകുട്ടിയെ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയുടെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തുകയാണ്. മനുഷ്യൻ നഷ്ടപ്പെടുത്തിയിടത്ത് നിന്ന് ദൈവം തുടങ്ങുകയാണ്. അനുസരണക്കേട് വഴി നഷ്ടപ്പെട്ട തടസ്സപ്പെട്ട ദൈവിക പദ്ധതി അനുസരിക്കുന്നവരുടെ മുൻപിൽ
ദൈവം അവതരിപ്പിക്കുകയാണ്. ആദ്യ മാതാവായ ഹവ്വായുടെ അനുസരണക്കേടിന് പരിഹാരമായി മറിയം സ്വർഗത്തോട് ചേർന്ന് നിൽക്കുകയാണ്. സ്വർഗം മറിയത്തോട് സംസാരിക്കുന്നു, മറിയം സ്വർഗത്തോടും സംസാരിക്കുന്നു. സ്വർഗത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളെല്ലാം ലോകത്തിന് വിസ്മയങ്ങളാണ്. മറിയം കാത്തു സൂക്ഷിച്ച ജീവിത വിശുദ്ധിയെ മാനിച്ചുകൊണ്ട് സാമൂഹിക പശ്ചാത്തലമോ സമ്പത്തോ സ്വാധീനമോ അല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡമെന്നും മറിച്ച് ആത്മാർത്ഥതയുള്ള നിലപാടുകളാണ് ദൈവം പരിഗണിക്കുന്നതെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം പറഞ്ഞ സമ്മതം ഒരു നിമിഷം കൊണ്ട് പൂർണ്ണതയിൽ എത്തിയതല്ല, മറിച്ച് ആഴമായ ബോധ്യത്തിൽ നിന്നും തീക്ഷ്ണമായ വിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങളിലൂടെയും ചോദ്യങ്ങളിലൂടെയും ഒക്കെ മറിയം കടന്നുപോയി. ഒരു തീർത്ഥാടകയായിരുന്നു മറിയം. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതി എന്ന നിലയിൽ മറിയം എടുത്തത് ധീരതയുടെ ഒരു നിലപാടാണ്. യഹൂദ പാരമ്പര്യത്തിൽ വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരുവൾ ഭാര്യയായി തന്നെ നിയമത്തിന് മുമ്പിൽ പരിഗണിക്കപ്പെട്ടിരുന്നു. അവിശ്വസ്തത കാണിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ മാത്രം ഭയാനകമായ ശിക്ഷ ലഭിക്കുമായിരുന്ന ഒരു സമയത്താണ് ഗർഭിണിയാകുമെന്നറിഞ്ഞിട്ടും അവൾ സമ്മതം കൊടുത്തത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് ലോകം നിശ്ചയിക്കുന്ന അതിർവരമ്പുകളെ നിസ്സാരമായി കാണാനാകും. യഹൂദ പെൺകുട്ടി എന്ന നിലയിൽ പഴയ നിയമ പ്രവചനങ്ങളൊക്കെ അറിയാവുന്നവളാണ് മറിയം. മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മറ്റെല്ലാ യഹൂദരെയും എന്ന പോലെ മറിയത്തിൻ്റെ ഉള്ളിലുമുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ മറിയത്തിനു കഴിഞ്ഞു എന്നതാണ് മറിയത്തിൻ്റെ വിജയം. അവളുടെ വിശ്വാസ വളർച്ചയെ തടയാൻ ലോകത്തിൻ്റെ ക്രമങ്ങൾക്കൊന്നുമായില്ല. കർത്താവിൻ്റെ ദാസിയായി തന്നെ കരുതിയപ്പോൾ അന്ധകാര ശക്തികൾ അവൾക്കെതിരെ പ്രബലപ്പെട്ടില്ലെന്ന് മാത്രമല്ല, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വഴികൾ അവളുടെ മുൻപിൽ ദൈവം തുറന്നു കൊടുക്കുകയും ചെയ്തു. മറിയത്തെപ്പോലുള്ള ഒരു വിശ്വാസ തീഷ്ണതയും ദൈവിക പദ്ധതികളോടുള്ള സഹകരണവും ദൈവം ഇന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വർഗത്തിന് ഉത്തരം കൊടുക്കാത്തവരുടെ നിലപാടുകളിൽ തട്ടി ദൈവിക പദ്ധതികളെല്ലാം താമസിക്കുകയാണ്. ഉത്തരവാദിത്വം പേറുന്നവരും വിളി ലഭിച്ചവരും മറിയത്തെപ്പോലെ സ്വർഗത്തോട് ബന്ധം പുലർത്തുന്നവരാകണം. സ്വർഗത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ശാന്തതയും സന്മനസ്സും ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജെറുസലേമിലെ ബഹളങ്ങളുടെ ആത്മീയത പരിശുദ്ധി നഷ്ടപ്പെട്ട അനുഷ്ഠാനങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ നസ്രത്തിൻ്റെ ആത്മീയത ആത്മാർത്ഥതയുള്ള ദൈവ അന്വേഷണങ്ങളായിരുന്നു, ദൈവത്തോടൊപ്പം തുടരാനുള്ള പരിശ്രമങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ജെറുസലേമിനെ തിരഞ്ഞെടുക്കാതെ നസ്രത്തിനെ ദൈവം പരിഗണിച്ചത്. ആധുനിക ലോകത്തിൽ ബഹളങ്ങളിൽ ആത്മീയത തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ലൗകിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആത്മീയ ശൈലികൾ രൂപപ്പെടുമ്പോൾ ആധുനിക ജെറുസലേം ശക്തിപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷയുടെ കാത്തിരിപ്പുകളും നീണ്ടുപോകുന്നു. നസ്രത്തിൻ്റെ ശൈലി ശക്തിപ്പെടുത്തുവാനുള്ള കാലഘട്ടമായി ഈ മംഗളവാർത്ത കാലത്തെ നമുക്ക് പരിഗണിക്കാം. സ്വർഗത്തോട് ബന്ധമുള്ളവരുടെ എണ്ണം കൂടുമ്പോൾ മംഗളവാർത്തകൾ സമാഗതമാകും. അനേകരുടെ കാത്തിരിപ്പിന് വിരാമമാവുകയും ചെയ്യും. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.